ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കൊച്ചി രൂപത കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ കൊച്ചി രൂപത KLCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ യോഗം CRI വൈസ് പ്രസിഡന്റ് ഫാദർ ജോസ് ആന്റണി ഉദ്ഘാടനം ചെയ്തു. കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തെന്നാരോപിച്ച് KLCയെ കൊച്ചി രൂപത പ്രതിഷേധം സംഘടിപ്പിച്ചു. ഈ സംഭവം ഭാരതത്തിന്റെ ഭരണഘടനയ്ക്കെതിരെയുള്ള കടന്നുകയറ്റമാണെന്നും വർഗീയവാദികൾക്ക് സ്വൈരവിഹാരം നടത്തുന്നതിന് സ്വകാര്യമൊരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടി അപലപനീയമാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. മതേതരത്വ മൂല്യങ്ങള് ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അവയ്ക്കെതിരെ ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് ചേരുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യം നൽകിക്കൂടെ? കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തണമെന്നും KLC ആവശ്യപ്പെട്ടു. ഏതൊരു മതം വിശ്വസിക്കുവാനും അത് പ്രഘോഷിക്കുവാനും അല്ലെങ്കിൽ അതിലൂടെ നന്മ ചെയ്യുവാനുമായിട്ടുള്ള ഭരണഘടന നൽകുന്ന ഒരു അവകാശമുണ്ട്. ആ അവകാശത്തിന്റെ നഗ്നമായ ലംഘനമാണ് നമ്മൾ ഈ ഛത്തീസ്ഗഡില് ഈ ദിവസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. രൂപതാ പ്രസിഡന്റ് പൈലി ആലുങ്കൽ യോഗത്തിൽ അധ്യക്ഷനായി. വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരിയും അവരെന്താണ് ചെയ്ത കുറ്റം എന്താണ് അതറിയില്ല. മതപരിവർത്തനവും അതുപോലെ തന്നെ മനുഷ്യക്കടത്തുമാണ് വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുന്നത്. ആദ്യം ഇവിടുത്തെ FIR തിരുത്തിയിട്ടാണ് ഈ വകുപ്പുകൾ ചേരുന്ന രീതിയിലുള്ള വോട്ട് ചെയ്തിരിക്കുന്നത്. CRI വൈസ് പ്രസിഡന്റ് ഫാദർ ജോസ് ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടത് ഭരണഘടന നൽകുന്ന അവകാശങ്ങളാണ്. ഞങ്ങൾക്ക് വേണ്ടത് ഭരണഘടന ഞങ്ങൾക്ക് ഉറപ്പുവരുത്തുന്ന അവകാശങ്ങളാണ്. ഇത് ഇരന്നു വാങ്ങുകയല്ല, മറിച്ച് ഞങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ, ഞങ്ങൾക്ക് ഉള്ള അവകാശങ്ങൾ, ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഉള്ള അവകാശങ്ങൾ ഞങ്ങൾക്ക് നൽകിയേ പറ്റൂ. ഫാദർ ആന്റണി കുഴിവേലിൽ, ഫാദർ സെബാസ്റ്റ്യൻ പുത്തമ്പുരയ്ക്കൽ, TA ഡാൽഫിൻ, ഫാദർ അബ്രഹാം SCJ, ബാബു കാളിപ്പറമ്പിൽ, ജോബ് പുളിക്കൽ, സിസ്റ്റർ മിനി ആഗ്നസ്, ബെന്നി ജോസഫ്, ജോഷി മുരിക്കുംതറ, ലിനു തോമസ്, KJ സെബാസ്റ്റ്യൻ, ഷാജു ആനന്ദശ്ശേരി, ഹെൻസൺ പോത്തമ്പള്ളി, ജോസ്മോൻ എന്നിവർ സംസാരിച്ചു. സിസ്റ്റേഴ്സ് നടത്തുന്ന ആശുപത്രിയിലേക്ക് ജോലി ചെയ്യുന്നതിന് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് തങ്ങളുടെ ഔദ്യോഗിക സ്ഥലത്തേക്ക്, തങ്ങളുടെ കോൺവെന്റിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് സിസ്റ്റേഴ്സ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. അവരെ മതപരിവർത്തനത്തിന്റെ പേരിൽ, ആളെ കടത്തുന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കുന്നു. നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിൽ തന്നെ അല്ലേ എന്ന് നമ്മൾ പലപ്പോഴും സംശയിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുക. ഭാരതത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നത് ഭാരതത്തിന്റെ ആത്മാവിനെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മതവിദ്വേഷ പ്രചാരകരോ ഉപായ ചിന്തകൾ ഉണ്ടാക്കുന്നവരല്ല സന്യസ്തർ. ഞങ്ങളുടെ കയ്യിലുള്ളത് മാരകായുധങ്ങളല്ല, ഈ ജപമാലയും ബൈബിളുമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഇതിനെ പ്രതിയാണ് ഞങ്ങൾ സേവനം ചെയ്യുക. ഞങ്ങൾക്കെതിരായി നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. Happy birthday. Thanks. Welcome. അനുഭവിച്ചറിയൂ സ്നേഹത്തിന്റെ രുചി. ദ സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി, കാക്കനാട് ആൻഡ് പനപ്പള്ളി നഗർ.